അറിവിന്റെയും ലാളിത്യത്തിന്റെയും സൗമ്യ സാനുക്കൾ സൃഷ്ടിച്ച ഗുരുശ്രേഷ്ഠൻ സാനുമാഷിന് കണ്ണീർ പ്രണാമം. സ്വവസതിയായ സന്ധ്യയിൽ നിന്ന് സാനുമാഷ് യാത്രയായി. എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കാനെത്തും. വൈകുന്നേരം 4-ന് രവിപുരം പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വൈകുന്നേരം 5-ന് എറണാകുളം ടൗൺ ഹാളിൽ അനുശോചന യോഗം ചേരും. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനുള്ളിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരും അന്തിമോപചാരം അർപ്പിക്കാനെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സാനുമാഷിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള ആളുകളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ കോൺഗ്രസ് നേതാവ് അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മടങ്ങി പോവുകയാണ്. എന്തായാലും വലിയൊരു ശിഷ്യ സമ്പത്തിൻ്റെ തന്നെ ഉടമ, എറണാകുളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യം, കേരളത്തിന് തന്നെ അഭിമാനമാകുന്ന ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ച ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്നും വിട പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും ഓർത്തെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ. 10 മണിയോടെയാണ് ഈ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി ഭൗതിക ദേഹം എത്തിച്ചത്. ആ സമയം മുതൽ തന്നെ ഒരു അണയാത്ത ഒരു പ്രഭാവം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു തിരക്ക് വൈകുന്നേരം വരെയും തുടരും. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് പറഞ്ഞത്. BJP നേതാവ് AN രാധാകൃഷ്ണൻ അല്പസമയങ്ങൾക്ക് മുമ്പ് എത്തി അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരായ VN വാസവൻ, അതോടൊപ്പം തന്നെ K രാജൻ അടക്കമുള്ള ആളുകളും രാവിലെ തന്നെ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് സംസ്കാരം നടക്കുക. 4 മണി വരെയാകും പൊതുദർശനം ഉണ്ടാകുക. എന്തായാലും എല്ലാവർക്കും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കും. ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവിക, എന്തായാലും വലിയൊരു തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടേക്ക് എത്തും. വൈകുന്നേരം 4-ന് രവിപുരം പൊതുശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വൈകുന്നേരം 5-ന് എറണാകുളം ടൗൺ ഹാളിൽ അനുശോചന യോഗം ചേരും. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്.